സൈറ്റ് വരാൻ പാടുണ്ടോ അവര് ഞങ്ങളെ വെല്ലുവിളിച്ചോണ്ടല്ലേ ഇവിടെ വന്നേ. മോനെ 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 അപ്പൊ ഇങ്ങനെ ബുദ്ധിയുള്ള എന്തിനാ ഈ സീൻ ഈ സീൻ ഉണ്ടാക്കിയെടുക്കാനാ കേട്ടോ ഞങ്ങൾ അടിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് കൊള്ളാം കൊള്ളാം മോനെ. ഒരു സെക്കൻഡ് അത് വഴക്കുണ്ടാക്കാൻ നമ്മൾ വല്ല അടിച്ചെന്ന് പറയാം. ബുദ്ധിപരമായ നീക്കം. സാറേ ഇവർക്കെതിരെ നല്ല പരാതി ഉണ്ട് കേട്ടോ. സാർ 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 ഇവരാരാ സാർ ഇവരാരാ സാർ ഞങ്ങളാരും ഈ സീനാക്കാൻ വന്ന കേട്ടോ സീനാക്കാൻ വന്നയാ. അമ്മമാര് പറഞ്ഞത് അവരെ ശാരീരികമായി 78-80 വയസ്സുള്ള അമ്മമാരെ ശാരീരികമായി പീഡനത്തിന് വിധേയമാക്കി എന്നതാണ്. ലൈംഗിക പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് പോലീസ് CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായി ഒരു കിടപ്പ് രോഗിയായ വയോവൃദ്ധയായ അമ്മയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ സ്ഥാപനം പൂട്ടണം എന്ന് ബഹുമാന്യായ മന്ത്രിയോട്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയോട് ബിന്ദു കൃഷ്ണ അവരോട് ഞാൻ സംസാരിച്ചു. ഫോണിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ അവിടെ വരുമല്ലോ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ. ഇതിപ്പം മനസ്സിലാക്കുന്നത് ഇത് ലൈസൻസ് പോലും ഇല്ലാതെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വന്ന് നമ്മൾ എത്തിപ്പെടാൻ തന്നെ നമ്മളെടുത്ത് പ്രയാസം അറിയാം. അപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വളരെ ഒഴിഞ്ഞ ഒരു പ്രദേശത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു വിഷയം വന്നപ്പോൾ തന്നെ അടിയന്തരമായി എല്ലാവരും ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളതാണ്. അതിനകത്ത് വയോജന കമ്മീഷൻ ഇടപെട്ട്, പഞ്ചായത്ത് ഇടപെട്ട്, സാമൂഹ്യ പ്രവർത്തകരോട്ട് സർക്കാരും എല്ലാവരും ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളെ അവരുടെ നമ്മൾ കണ്ടെത്തി അതിന് നമുക്ക് പൊതുസമൂഹത്തിന്റെ ആകമാനം ഒരു പിന്തുണ വേണം. അതൊക്കെ കണ്ടെത്തി അവരെ എല്ലാം സുരക്ഷിതമായി ഈ സർക്കാരിന്റെ അതായത് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ ഇവരെ താമസിപ്പിക്കേണ്ടതുണ്ട്. അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. ഏതാ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്